ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിൽ നിന്നും ബ്രസീൽ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-3 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. അർഹിച്ച ഒരു വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം അത്രയേറെ മികച്ച രൂപത്തിൽ ഈ മത്സരത്തിൽ കളിക്കാൻ ബ്രസീലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് ബ്രസീൽ ആദ്യ ഗോൾ നേടുന്നത്. നമുക്കറിയാം, ബോട്ടഫോഗോക്ക് വേണ്ടി കളിക്കുന്ന ഡാനിലോയാണ് ഈ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഒരു കൗണ്ടർ അറ്റാക്കിനൊടുവിലായിരുന്നു ഗോൾ പിറന്നത്. മാത്യൂസ് കുഞ്ഞയുടെ ലോങ് പാസ് വരുന്നു. അത് പിടിച്ചെടുത്ത വിനീഷ്യസ് ജൂനിയർ എതിർ പ്രതിരോധ നിര താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഡാനിലോക്ക് പന്ത് കൈമാറുന്നു. ഒരു കിടിലൻ ഷോട്ടിലൂടെ അദ്ദേഹം ഗോൾ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു ടീം വർക്കിന്റെ ഫലമായി കൊണ്ടുള്ള ഗോളാണ് ബ്രസീൽ ആദ്യം നേടിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറുടെ അസിസ്റ്റ് എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷെ പിന്നീട് മത്സരത്തിന്റെ 84-ാമത്തെ മിനിറ്റിൽ ക്രൊയേഷ്യ തിരിച്ചടിച്ചു. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ നല്ല രൂപത്തിൽ പ്രകടനം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മേയറാണ് അവർക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത്. അതും ഒരു കൗണ്ടർ അറ്റാക്കിനൊടുവിൽ നേടിയ ഗോളായിരുന്നു. ഫ്രൂക്കിന്റെ അസിസ്റ്റിൽ നിന്നാണ് മേയർ ആ ഗോൾ നേടിയത്. പക്ഷെ ആ ഗോളിന് അധികം ആയുസുണ്ടായിരുന്നില്ല. മത്സരത്തിന്റെ 88-ാമത്തെ മിനിറ്റിൽ എൻട്രിക്ക് ബ്രസീലിന് ഒരു പെനാൽറ്റി നേടിക്കൊടുത്തു. എന്നിട്ട് ആ പെനാൽറ്റി എൻട്രിക്ക് ഇഗോർ തിയാഗോക്ക് കൈമാറി. അങ്ങനെ ഇഗോർ തിയാഗോ യാതൊരുവിധ പിഴവുകളും കൂടാതെ ആ പെനാൽറ്റി ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനുശേഷം 4 മിനിറ്റിനകം മറ്റൊരു ഗോൾ കൂടി ബ്രസീൽ നേടുകയായിരുന്നു. എൻട്രിക്കിന്റെ അസിസ്റ്റിൽ നിന്നും ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ് ഗോൾ കണ്ടെത്തിയത്. അതും ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ കൗണ്ടർ അറ്റാക്കുകളിലൂടെയാണ് ബ്രസീൽ ഈ മത്സരത്തിൽ ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്ക് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞു. ആകെ 13 ഷോട്ടുകൾ ബ്രസീൽ ഉതിർത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 7 ഷോട്ടുകൾ ഉതിർക്കാൻ ബ്രസീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ നല്ല രൂപത്തിൽ ഈ മത്സരത്തിൽ ബ്രസീൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും അഭാവത്തിലും നല്ല രൂപത്തിൽ കളിക്കാനും വിജയം നേടാനും ഇപ്പോൾ ബ്രസീലിന് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.